ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് തേർഡ് പാർട്ടി വേഴ്സസ് യു. കറണ്ട് എനർജി, കറണ്ട് ഫീലിങ്സ്. നിങ്ങളുടെ പേഴ്സണിൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ് നിങ്ങളോടുള്ളതും നിങ്ങളുടെ തേർഡ് പാർട്ടിയോടുള്ളതും. ചിലവർക്ക് ഓൺഗോയിങ് റിലേഷൻഷിപ്പ് ആയിരിക്കാം, അതിൽ തേർഡ് പാർട്ടി ഉണ്ടെന്ന് ചിലർക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചിട്ട് തേർഡ് പാർട്ടിയോടൊപ്പം പോയവരായിരിക്കാം. അപ്പോൾ അവർക്കുള്ളൊരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങളെ വിട്ടിട്ട് പോയതിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു സ്വർണമായിരുന്നു എന്നാണ് അദ്ദേഹം ഇപ്പോൾ ചിന്തിക്കുന്നത്. നിങ്ങളെന്ന സ്വർണത്തെ, അല്ലെങ്കിൽ നല്ലൊരു മനസ്സിനുള്ള ഉടമയെ അവരത് വിട്ടിട്ട് പോയി എന്നുള്ളൊരു റിഗ്രറ്റിലാണ് ഇപ്പോൾ അയാൾ നിൽക്കുന്നത്. ഇതാ കണ്ടില്ലേ, ഇവിടെ 5 ഓഫ് കപ്സ് ആണ്. അപ്പോൾ ആളുടെ മുമ്പിൽ 3 കപ്സ് ആണ് ഇവിടെ വീണ് കിടക്കുന്നത്. അത് നിങ്ങളാണ്, ബാക്കിലുള്ള കപ്സ് ആണ് അവരെന്ന് പറയുന്നത്. അപ്പോൾ അവരിപ്പോൾ ആ ഒരു തേർഡ് പാർട്ടിയെ മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടീനെ കാട്ടി അവരിപ്പോൾ നിങ്ങളിലേക്കാണ് ഫോക്കസ്. നിങ്ങളെ വിട്ട് കളഞ്ഞു, നിങ്ങൾ പോയി എന്നുള്ളൊരു വിഷമത്തിലാണ് ഇപ്പോൾ അദ്ദേഹം നിൽക്കുന്നത്. കറക്റ്റായിട്ട് ഇവിടെ കാണാനായിട്ട് സാധിക്കും. നിങ്ങളടുത്ത് ഇപ്പോൾ 9 ഓഫ് കപ്സ് എന്ന എനർജീസിലാണ് അവർ നിൽക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ മെൻ്റലി അവർ ഒരുപാട്, ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ വിട്ടിട്ട്, നിങ്ങളെ വേണ്ടാന്ന് വെച്ചിട്ട് പോയതിനുള്ളൊരു തിരിച്ചടി അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഇതിലിപ്പോൾ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളായിരുന്നു അവരുടെ എല്ലാത്തിനും, എല്ലാ കാര്യത്തിനും. നിങ്ങളിൽ നിന്നും എന്താ പറയുക, നിങ്ങൾ ഒരുപാട് സ്നേഹം കൊടുത്തിട്ടുണ്ടായിരിക്കാം, പക്ഷെ മണി റിലേറ്റഡ് ആയിട്ടൊന്നും നിങ്ങളിൽ നിന്നും മേ ബി കിട്ടുന്നുണ്ടായിരിക്കും. ഈ ഒരു പേഴ്സൺ എന്ന് പറഞ്ഞാൽ വളരെയധികം മണി ഫോക്കസ്ഡ് ആയിട്ടാണ് എനിക്കിവിടെ തോന്നുന്നത്. മണി ആണ് ഇയാൾക്ക് ഇമ്പോർട്ടൻ്റ്. അയാളുടെ കരിയർ, അയാൾക്ക് കുറേ കാശ് വേണം. അതിന് വേണ്ടിയിട്ട് ആരൊക്കെ പോയി കാലുപിടിച്ച് നിൽക്കാൻ പറ്റുമോ അതൊക്കെ അയാൾ ചെയ്യും. ഒരു നാണോ ഇല്ലാണ്ട് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ പലരെടുത്തും മേ ബി മുമ്പ് വേണ്ട എന്ന് വെച്ചിട്ട് വന്നു പോയവരായിരിക്കണം. എന്ന് വെച്ചാൽ മുമ്പ് പല സിറ്റുവേഷനിലും അവരുമായിട്ട് എന്തെങ്കിലും വഴക്കുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ രീതിയിൽ മണി റിലേറ്റഡ് ആയിട്ടോ വേറെ എന്തെങ്കിലും രീതിയിലൊക്കെ ആയിട്ടോ വഴക്കുണ്ടായിട്ടുണ്ടായിരിക്കാം. വഴക്കെന്നല്ലെങ്കിലും ചെറിയൊരു നീരസം അവർ തമ്മിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. പക്ഷേ അവരതുകൂടി മൈൻഡ് ചെയ്യാണ്ടാണ് അവരുടെ അടുത്തേക്ക് പോയത്. കാരണം അവരിൽ നിന്നും എന്തൊക്കെയോ കിട്ടുമെന്ന് ഈ ഒരു പേഴ്സൺ വിചാരിച്ചു, അല്ലെങ്കിൽ ഇപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കാം, എന്തെങ്കിലുമൊക്കെ കിട്ടുമായിരിക്കും എന്നൊക്കെ ഉള്ളൊരു തോട്ട്സിലാണ് അവരവിടെ ചെന്നിട്ടുള്ളത്. പക്ഷെ ഇവിടെ അവരിൽ നിന്നും ഒന്നും കിട്ടാനായിട്ട് പോകുന്നില്ല. മേ ബി വാക്കുകളിലൂടെ കുറേ പറഞ്ഞിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ പറയുമായിരിക്കും, പക്ഷെ അതൊന്നും അവരിൽ നിന്നും ഒരിക്കലും കിട്ടില്ല ഈ ഒരു പേഴ്സണ്. അതാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. കുറേ പേർക്ക് ഇവിടെ കിട്ടിയിട്ടില്ല. ആ ഒരു പേഴ്സൻ്റെ ഫോക്കസ് മുഴുവൻ ഇവിടെയാണ്. ആ ഒരു പേഴ്സൺ ഫസ്റ്റൊക്കെ നിങ്ങളടുത്ത് വളരെയധികം എംപറർ എനർജിയാണ്, എന്താ പറയുക, ഭയങ്കര ഒരു തലക്കനമുള്ള, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ എന്തും സാധിക്കും, അല്ലെങ്കിൽ ഞാനാണ് ഏറ്റവും ഇത് എന്നൊക്കെ ഉള്ള പവർ എന്നൊക്കെ ഉള്ളൊരു മെൻ്റലി അങ്ങനത്തെ ഒരു ആളായിട്ടാണ് ഇവിടെ കണ്ടിരുന്നത്. പക്ഷേ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളായിരുന്നു അയാൾക്ക് വേണ്ടിയിട്ട് എല്ലാം ജെന്യുവിനായിട്ടെന്ന് പറയില്ലേ, ജെന്യുവിനായിട്ട് നിങ്ങളായിരുന്നു അയാൾക്ക് വേണ്ടിയിട്ട് എല്ലാം വിട്ടിട്ട് നിന്നിരുന്നതെന്നാണ് ഇവിടെ ഇപ്പോൾ ആൾ മനസ്സിലാക്കുന്നത്. നിങ്ങളായിരുന്നു എല്ലാം കൊണ്ടും അയാൾക്ക് പെർഫെക്റ്റ്, എല്ലാ രീതിയിലും മാച്ച്. മേ ബി നിങ്ങൾക്ക് തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഈ ഒരു തേർഡ് പാർട്ടി ഇഷ്യൂസ് വരുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഈ ഒരു നിങ്ങളുടെ ഒരു ഇതിൽ തേർഡ് പാർട്ടി ഇഷ്യൂസ് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. പക്ഷെ അതൊക്കെ എന്തുകൊണ്ടായിരുന്നു എന്ന് ഇദ്ദേഹം തിരിച്ചറിയുന്ന ഒരു നിമിഷമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വിഷമിക്കുന്നുണ്ട്. എന്തായാലും ഇതേ കണ്ടില്ലേ, ഇവിടെ 5 ഓഫ് കപ്സ് ആൻഡ് ദ ഹെർമിറ്റ് സ്റ്റേജിലാണ് ഇവിടെ നിൽക്കുന്നത്. ഹെർമിറ്റാണ് കൂടുതലും. കാരണം ശരിക്കും പറഞ്ഞാൽ ഉരുകിത്തീരുന്ന ഒരവസ്ഥ. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരാനും പറ്റില്ല, അവിടെ നിന്ന് പോരാനും പറ്റാത്ത ഒരവസ്ഥ, അയാളായിട്ട് വരുത്തി വെച്ചൊരവസ്ഥയാണ് ഇപ്പോൾ മുഴുവനായിട്ട് എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഒരു റിലേഷനിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അയാളുടെ പല കാര്യം സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു തേർഡ് പാർട്ടീനെ അപ്രോച്ച് ചെയ്തതും അവരെ കൂടെ നിന്നതൊക്കെ ആയിട്ടാണ് കാണുന്നത്. അതിൽ നിങ്ങളെ മനസ്സ് ഒരുപാട് വേദനിച്ചിട്ടുണ്ട് നിങ്ങൾക്ക്. അതിൽ നിങ്ങൾ മേ ബി ഒരുപാട് വഴക്കുണ്ടായിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ ഒരുപാട് ചീത്തകൾ അല്ലെങ്കിൽ വഴക്കുകൾ ഉണ്ടാക്കുമ്പോൾ
പൊന്നെ ചക്കരെ ഒന്നൊന്നും വിളിച്ചിട്ടായിരിക്കില്ലല്ലോ നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്നുണ്ടായിരിക്കുക. ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ വായ തോന്നിയാൽ ദേഷ്യം വന്നപ്പോൾ പലതും വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അതിവിടെ കാണുന്നുണ്ട്, ക്യൂൺ ഓഫ് സോർട്സ് ഇവിടെ കാണുന്നുണ്ട്. പക്ഷേ അതൊക്കെ അയാളുടെ ഒരു സ്വഭാവത്തിൻ്റെ ഇത് കണ്ടിട്ട് നിങ്ങൾ ഒട്ടും വിശ്വസിക്കാനായിട്ട് പറ്റാത്ത ഒരു സ്വഭാവത്തിനുടമയാണ് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ എന്ന് ഞാനിപ്പോൾ പറയുന്നില്ല, കാരണം ഇപ്പം വേറൊരു ഇതിലേക്ക് പോയ സ്ഥിതിക്ക് അത് വേറൊരു പേഴ്സൺ എന്ന് തന്നെ നിങ്ങൾ ചിന്തിക്കുക. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഒരു അവസ്ഥ അല്ലെ, നിങ്ങളുടെ ആ ഒരു സ്നേഹം എത്രമാത്രം ജെന്യുവിൻ ആയിരുന്നു, നിങ്ങളായിരുന്നു ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഒന്നും പ്രതീക്ഷിക്കാതെ അവർ സ്നേഹം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അവരുടെ കൂടെ നിന്ന വ്യക്തി എന്നത് നിങ്ങളായിരുന്നു. ഈവൻ ഫ്രണ്ട്സ് പോലുമല്ല എന്നുള്ളൊരു സത്യാവസ്ഥ അയാളിപ്പോൾ മനസ്സിലാക്കുകയാണെന്നാണ് ഇവിടെ കാണുന്നത്. കൺഫ്യൂഷൻ സ്റ്റേജിൽ അയാൾ ഇരുന്നിട്ട് കാര്യമില്ല. കാരണം ഇനി നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങളിപ്പോൾ ചിലപ്പോൾ മേ ബി നിങ്ങളുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറേ പേരും നിങ്ങളിപ്പോഴും മനസ്സുകൊണ്ട് അയാളെ സ്വീകരിക്കാനായിട്ട് തയ്യാറാണ്. അയാൾ നിങ്ങളെ ചീറ്റ് ചെയ്തു, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്തു എന്നറിഞ്ഞിട്ട് പോലും അവിടെയാണ് നിങ്ങളുടെ മികവ് എന്ന് പറയുന്നത്. നിങ്ങളിപ്പോഴും ആ ഒരു പേഴ്സണെ, കുറേ പേർക്കെങ്കിലും, എല്ലാവർക്കും ഞാൻ പറയുന്നില്ല, കുറേ പേർക്കെങ്കിലും നിങ്ങളിപ്പോഴും ആ ഒരു പേഴ്സണെ മനസ്സുകൊണ്ട് സ്വീകരിക്കാൻ തയ്യാറാണ്. എല്ലാം മനസ്സിലാക്കി തിരിച്ചു വരികയാണെങ്കിൽ ഇനിയും നിങ്ങൾ അവരെ സ്വീകരിക്കാൻ തയ്യാറാണ് എന്നുള്ളൊരു എനർജിയാണ് കുറേ പേർക്കെങ്കിലും കിട്ടുന്നത്. കുറേ പേര് ഇട്ടിട്ട് പോയി, വേണ്ട ഇനിയൊരു റിലേഷൻഷിപ്പ് വേണ്ട, ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് ഒരുപാട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത് എന്താ പറയുക, നമ്മളെ ടൈമും വേസ്റ്റ് ചെയ്ത് ഇയാളുടെ കൂടെ നിന്നത് ശരിക്കും വേസ്റ്റ് ഓഫ് ടൈം ആയിരുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് പോയവരുണ്ട്. പക്ഷെ നിങ്ങളുടെ കാര്യമല്ല ഞാനിപ്പോൾ മെയിനായിട്ട് പറയുന്നത്, അവരുടെ കാര്യമാണ്. അവരുടെ ഒരു എനർജീസാണ് നിങ്ങളോടുള്ളത്. അപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നുണ്ടെങ്കിലും വരാൻ പറ്റാത്ത അവസ്ഥ. അതാണ് ഓൾമോസ്റ്റ് എനർജീസിൽ എനിക്ക് വേറെ കാർഡ്സ് റീഡിങ്സിലൊക്കെ കിട്ടുന്നതും അത് തന്നെയാണ് കേട്ടോ. ഒരുപാട് നിങ്ങളുടെ അടുത്തൊരു ഇപ്പോൾ പണ്ടൊക്കെ നിങ്ങളുടെ ഒരു കോൾ വന്നാൽ, ഒരു മെസ്സേജ് വന്നാലും അദ്ദേഹം മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അട്രാക്ഷൻ നിങ്ങളുടെ അടുത്ത് തോന്നുന്നുണ്ട്. നിങ്ങളായിരുന്നു ശരിക്കും പറഞ്ഞാൽ ദേവത അല്ലെങ്കിൽ ദേവൻ, അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലേക്കൊക്കെയാണ് അദ്ദേഹം വന്നുകൊണ്ടിരിക്കുന്നത്. ദ ഡെവിൾ കാർഡാണ്, അതായത് ഭയങ്കരമായിട്ടുള്ളൊരു പാഷൻ കാര്യങ്ങൾ. ഇപ്പോൾ സംതിങ് ഹീസ് കൺട്രോളിങ് ബൈ അതേഴ്സ്, അങ്ങനെയാണ് കാണുന്നത്. 9 ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ അയക്കുന്ന സിറ്റുവേഷനിൽ ആൾ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല എന്നാണ് കാണിക്കുന്നത്. തേർഡ് പാർട്ടി എനർജീസിൽ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല എന്നാണ് കാണിക്കുന്നത്. അതിൽ നിന്നും എങ്ങനെയെങ്കിലും തിരിച്ചോടിപ്പോരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, നിങ്ങളെ നോക്കുന്നുണ്ട്. എന്താ പറയുക, ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ആൾക്ക് ഫിസിക്കലി കുറേ കുറേ ഡാമേജുകളൊക്കെ ഉണ്ടായിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് അയാൾക്ക്. മേ ബി അത്യാവശ്യം നല്ല തടിച്ച് നല്ല സ്ട്രെങ്ത്തിലിരുന്ന ഒരാളായിരിക്കാം, ഇപ്പോൾ ഫിസിക്കലി ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് അങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം അയാളുടെ ഇപ്പോഴത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അയാൾ ഇങ്ങനെ പിടിക്കുന്നുണ്ടെങ്കിലും ഇങ്ങനെ ഓവറോൾ നിങ്ങളെ നോക്കി നിൽക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളായിരുന്നു ബെറ്റർ എന്നുള്ള രീതിയിലാണ് ആളിപ്പോഴും നോക്കി നിൽക്കുന്നത്. അതാണ് ഇവിടെ കാണുന്നത്.